ഈ PMCയിൽ ഒപ്പിട്ടതോടെ കേരള ദേശീയ വിദ്യാഭ്യാസ നയം 2020 പൂർണ്ണമായി അംഗീകരിച്ചു എന്നുള്ള ചില വാദഗതികൾ വരുന്നു. ആ വാദഗതികൾ വെറും സാങ്കേതികം മാത്രമാണ്. ഇത് സാങ്കേതികം മാത്രമാണ്. ഒന്നാമതായി 2022 ഒക്ടോബർ മുതൽ തന്നെ സമഗ്ര ശിക്ഷാ പദ്ധതിയെ NEP നടപ്പാക്കാനുള്ള ഉപാധിയായി കേന്ദ്രം പ്രഖ്യാപിച്ചിരുന്നു. ഫണ്ട് വാങ്ങുമ്പോഴും കേരളം 2023 വരെ ആ ഫണ്ട് വാങ്ങുമ്പോഴും കേരളം നമ്മുടെ സംസ്ഥാന താൽപ്പര്യങ്ങൾക്കും വിദ്യാഭ്യാസ മൂല്യങ്ങൾക്കും അനുസരിച്ചാണ് പദ്ധതികൾ നടപ്പാക്കിയത്. അതേ നയം മാത്രമേ ഇപ്പോഴും തുടരുന്നുള്ളൂ. രണ്ടാമതായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് PM ഉഷ പദ്ധതിയിൽ ഒപ്പിട്ടതും NEP നടപ്പാക്കാമെന്ന വ്യവസ്ഥയോടെയാണ്. എന്നിട്ടും കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള നമ്മുടെ സ്വന്തം കാഴ്ചപ്പാടാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. കേന്ദ്ര നയം 30% പോലും നടപ്പാക്കിയിട്ടില്ല ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. മൂന്നാമതായി NEP 2020 പറയുന്ന പല കാര്യങ്ങളും, ഉദാഹരണത്തിന് പ്രീ പ്രൈമറി വിദ്യാഭ്യാസം, അധ്യാപക ശാക്തീകരണം, 100% എൻറോൾമെൻറ്റ്, ത്രിഭാഷാ പദ്ധതി, കേരളം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇതെല്ലാം നടപ്പിലാക്കിയ കാര്യങ്ങളാണ്. ഇക്കാര്യത്തിൽ നാം NEPയേക്കാൾ ബഹുദൂരം മുന്നിലാണ്. പാഠ്യപദ്ധതിയുടെ വർഗീയവൽക്കരണത്തിന് പിന്നിൽ നിന്നുകൊടുക്കുന്നതിന് വേണ്ടി കേരളം തയ്യാറായിട്ടില്ല. എൻ്റെ സത്യസ്ഥിതി എന്താണ്? കേരളത്തിൻ്റെ പാഠ്യപദ്ധതി തീരുമാനിക്കുന്നത് കേരള സർക്കാർ തന്നെയാണ്. ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ പേജ് 17 സെക്ഷൻ 4 32 പാഠ്യപദ്ധതി സംബന്ധിച്ച് അന്തിമ തീരുമാനം സംസ്ഥാന സർക്കാരുകൾക്കാണെന്ന് വ്യക്തമാക്കി പറയുന്നുണ്ട്. NEP വന്നതിന് ശേഷം 1 മുതൽ 10 വരെ ക്ലാസ്സുകളിലെ പാഠ്യപദ്ധതിയും പാഠപുസ്തകങ്ങളും പരിഷ്കരിച്ച ഏക സംസ്ഥാനം കേരളമാണ്. മതനിരപേക്ഷത, ശാസ്ത്രചിന്ത, ഭരണഘടനാ മൂല്യങ്ങൾ എന്നിവയിൽ ഊന്നിയ പാഠ്യപദ്ധതിയാണ് നാം ഒരു വ്യാഴവട്ട കാലത്തിന് ശേഷം പാഠ്യപദ്ധതി പരിഷ്കരിച്ചതിലൂടെ നടപ്പാക്കിയത്. NCERT വെട്ടിമാറ്റിയ ഗാന്ധിവധവും മുഗളുടെ ചരിത്രവും അടക്കമുള്ള പാഠഭാഗങ്ങൾ അഡീഷണൽ പാഠപുസ്തകങ്ങളാക്കി നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുകയും അതിൽ പരീക്ഷ നടത്തുകയും ചെയ്ത സംസ്ഥാനം കേരളം മാത്രമാണ്. ഇതേ പാഠ്യപദ്ധതിയും പാഠപുസ്തകങ്ങളും തന്നെയായിരിക്കും കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും തുടർന്നും പഠിപ്പിക്കാൻ പോകുന്നത്. അതിന് ഒരു മാറ്റം ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. മാറ്റം ഉണ്ടാവില്ലെന്ന് പറഞ്ഞാലും വീണ്ടും മാറ്റം ഉണ്ടാവുന്നല്ലോ എന്നുള്ള ചില ചോദ്യങ്ങളും വരുന്നുണ്ട്. ഫെഡറൽ തത്വങ്ങൾ അടിയറ വച്ചു എന്നുള്ള ചില സംശയങ്ങളുണ്ട്. അത് തെറ്റാണ്. ഫെഡറൽ തത്വങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ തീരുമാനം. ഡൽഹിയിൽ ചേർന്ന NCERTയുടെ ജനറൽ ബോഡി യോഗത്തിൽ 20 സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരുണ്ടായിരുന്നു, വിദ്യാഭ്യാസ മന്ത്രിമാർ. കേന്ദ്രത്തിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ സംസാരിച്ചത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി മാത്രമാണ്. സർക്കാർ സ്ഥാപനങ്ങളെയും പൊതുയിടങ്ങളെയും വർഗീയവൽക്കരിക്കാനുള്ള രാജ്ഭവൻ്റെ നീക്കത്തെ നേരിട്ട് എതിർക്കുകയും ചടങ്ങ് ബഹിഷ്കരിക്കുകയും ചെയ്ത ചരിത്രം, ഒരു പാരമ്പര്യമാണ് കേരളത്തിന് ഉള്ളത്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ചും ഗവർണറുടെ അധികാരങ്ങളെക്കുറിച്ചും നമ്മുടെ പാഠപുസ്തകങ്ങൾ ഉൾപ്പെടുത്തി പ്രഖ്യാപനം മാത്രമല്ല ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാൻ ധൈര്യം കാണിച്ച സംസ്ഥാനമാണ് നമ്മുടേത്.